ഹായ് ഗായ്സ്, വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ നോക്കിയിട്ട് പേഷ്യൻറ്റിൻ്റെ നോട്ട്സിൽ എഴുതി വെച്ചു, പേഷ്യൻറ്റിന് ഒരു ദിവസം 800 ml ഫ്ലൂയിഡ് ഇൻസെൻസിബിൾ ലോസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസെൻസിബിൾ ഫ്ലൂയിഡ് ലോസ് അറൗണ്ട് 800 ml ഡെയിലി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നേഴ്സ് കണ്ടു. അപ്പം താഴെ പറയുന്നതിൽ ഏതാണ് ഇൻസെൻസിബിൾ ഫ്ലൂയിഡ് ലോസ്? അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം രണ്ട് ടൈപ്പാണ് നമ്മുടെ ബോഡിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് ഫ്ലൂയിഡ് നഷ്ടപ്പെടുന്നത്. ഒന്ന് സെൻസിബിള്, രണ്ടാമത്തത് ഇൻസെൻസിബിള്. ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പോലെ തന്നെ പേഷ്യൻറ്റിന് സെൻസ് ചെയ്യാൻ പറ്റുന്നതാണ് സെൻസിബിൾ ഫ്ലൂയിഡ് ലോസ്. ഫോർ എക്സാമ്പിൾ, ഡ്രെയിൻ ഇട്ടിരിക്കുന്ന പേഷ്യൻറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, യൂറിൻ ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ പറ്റും, ഡയറിയ, വോമിറ്റിംഗ്, അങ്ങനെ നമുക്ക് അറിയാം ഇത് ഫ്ലൂയിഡാണ് പോയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെഷർ ചെയ്യാൻ പറ്റും. ഇൻസെൻസിബിൾ മിക്കപ്പോഴും രണ്ട് തരത്തിലാണ് പോകുന്നത്. ഒന്ന് ത്രൂ സ്കിന്ന്, നമ്മൾ സ്വെറ്റ് ചെയ്ത് വാപ്പറേറ്റ് ചെയ്ത് അത് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ പറ്റില്ല. സ്വെറ്റ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ ത്രൂ സ്കിൻ വഴി വാപ്പറേറ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് തിരിച്ചറിയാനും പറ്റത്തില്ല. അപ്പം ആ ഒന്നാണ് ഇൻസെൻസിബിളിൽ ഫസ്റ്റ് ടൈപ്പ്. പിന്നെ സെക്കൻഡ് വരുന്നത് ത്രൂ ലങ്സ്, ബ്രീത്ത് ചെയ്യുമ്പോൾ അതിലൂടെ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ, നമുക്ക് ഇവാപ്പറേറ്റ് ചെയ്യുന്നത് വാട്ടർ ആണല്ലോ. അപ്പം അങ്ങനെ ഒരു ലോസ് ഉണ്ട്. അപ്പം ആ ഒരു ലോസ്, അപ്പം ഇത് രണ്ടും നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ രണ്ട് ടൈപ്പാണ്, ത്രൂ ലങ്സും ത്രൂ സ്കിന്നും. അപ്പം ഈ ഒരു ഞാൻ വായിച്ച ബുക്കിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് 4 ഓപ്ഷൻസാണ്. ഒന്ന് സ്കിന്ന് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് തന്നെ ദ സ്കിൻ, രണ്ടാമത് യൂറിനറി ഔട്ട്പുട്ട്, പിന്നെ വൂണ്ട് ഡ്രെയിനേജ്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റ്, കേട്ടോ, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് അതിൽ സ്കിന്നാണ് റൈറ്റ് ആൻസർ. അപ്പം ബോഡിയിലെ ഫ്ലൂയിഡ് ലോസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഒരു 2 ടൈപ്പ് ഉണ്ടെന്നുള്ളത് മനസ്സിൽ വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ കാണാം.